അസ്സലാമു അലൈക്കും. ക്ലാസ് 5 തജ്വീദുൽ ഖുർആൻ വാർഷിക പരീക്ഷയുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. 2025 ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം ശരിയുത്തരത്തിലെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. 1. ഹാ ഉൽ അമീറിനെ നീട്ടി ഓതിയതിന് ഉദാഹരണം. ഓപ്ഷൻസ്: ലഹുൽ മുൽക്ക്, വലഹുൽ ഹംദ്, ലഹു ദാഫിഅ. ശരിയുത്തരം മൂന്നാമത്തെ ഓപ്ഷൻ, ലഹു ദാഫിഅ. 2. ലാമിനെ വ്യക്തമായി ഉച്ചരിച്ചതിന് ഉദാഹരണം. ഓപ്ഷൻസ്: വൽ അസ്ർ, വത്തീൻ, വസ്സമാ. ശരിയുത്തരം വൽ അസ്ർ. 3. വാവിനെ തഫ്ഖീം ചെയ്ത് ഓതിയതിന് ഉദാഹരണം. ഓപ്ഷൻസ്: ഖാലു ത്വാഇറുക്കും, ഖൂ അൻഫുസക്കും, താബൂ വ അസ്ലഹു. ശരിയുത്തരം രണ്ടാമത്തെ ഓപ്ഷൻ, ഖൂ അൻഫുസക്കും. കാരണം ഖാഫ് എന്നത് തഫ്ഖീമായ അക്ഷരമാണ്. ആ തഫ്ഖീമായ അക്ഷരത്തെ നീട്ടാൻ ഉപയോഗിക്കുന്ന വാവും തഫ്ഖീമാണ്. 4. റായിനെ തർക്കീക്ക് ചെയ്തതിന് ഉദാഹരണം. ഓപ്ഷൻസ്: യുരീദൂന, റാജിഊൻ, തുഹ്ശറൂന. ശരിയുത്തരം യുരീദൂന. 5. റസ്മുൽ ഉസ്മാനി നിയമങ്ങളിലെ ഹദ്ഫിന് ഉദാഹരണം. ഓപ്ഷൻസ്: അർ റഹ്മാൻ, അസ്ബഹന്നഹു, അസ്സലാത്ത്. ശരിയുത്തരം അർ റഹ്മാൻ. 6. ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിക്കാൻ നിർദ്ദേശിച്ച ഖലീഫ. ഓപ്ഷൻസ്: അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. ഈ ചോദ്യത്തിൽ കൂട്ടുകാർക്ക് ഒരു സംശയമുണ്ടാകും. ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിക്കാൻ ആവശ്യപ്പെട്ട സ്വഹാബി ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആവശ്യപ്രകാരം അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിക്കാൻ നിർദ്ദേശിച്ചത്. ശരിയുത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹു. അടുത്ത പ്രവർത്തനം ചേറും പഠിച്ചേർക്കുക. 1. യുഅദ്ദിഹി ഇലൈക. 2. മിൻ ഹുൽവതീൻ. 3. ജസാഅ. 4. അൽ ഖാരിഅ. അഞ്ചാമത്തത് ഫിസ്സൂർ. ഇപ്പുറത്ത് നോക്കൂ. എ. അലിഫിനെ തർക്കീക്ക് ചെയ്യണം. ബി. അലിഫിനെ തഫ്ഖീം ചെയ്യണം. സി. ഹായിനെ നീട്ടാതെ ഓതണം. ഡി. വാവിനെ തഫ്ഖീം ചെയ്യണം. ഇ. ഹായിനെ നീട്ടി ഓതണം. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിലെ ലെറ്റർ അതിന് നിര എഴുതുക. 1. യുഅദ്ദിഹി ഇലൈക. ശരിയുത്തരം ഇ. ഹായിനെ നീട്ടി ഓതണം. 2. മിൻ ഹുൽവതീൻ. ശരിയുത്തരം സി. ഹായിനെ നീട്ടാതെ ഓതണം. 3. ജസാഅ. ശരിയുത്തരം എ. അലിഫിനെ തർക്കീക്ക് ചെയ്യണം. 4. അൽ ഖാരിഅ. ശരിയുത്തരം ബി. അലിഫിനെ തഫ്ഖീം ചെയ്യണം. അഞ്ചാമത്തത് ഫിസ്സൂർ. ശരിയുത്തരം ഡി. വാവിനെ തഫ്ഖീം ചെയ്യണം. ECA BD. അടുത്ത പ്രവർത്തനം വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. വഖുർ റബ്ബി എന്നതിൽ ഡാഷിനെ റായിൽ ഇദ്ഗാം ചെയ്തു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ലാമിനെ. 2. ഫസ്ബിർ എന്നതിലെ റായിനെ ഡാഷ് ചെയ്ത് ഓതണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് തർക്കീക്ക്. ഫസ്ബിർ എന്നതിലെ റായിനെ തർക്കീക്ക് ചെയ്ത് ഓതണം. 3. ഷംസിയായ അക്ഷരങ്ങൾ ഡാഷ് എണ്ണമാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 14. ഷംസിയായ അക്ഷരങ്ങൾ 14 എണ്ണമാണ്. 4. നഖ്തിമു എന്നതിൽ ഡാഷ് എന്നിവ ഖമറിയായ ഹർഫുകളാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഖാ, മീം. നഖ്തിമു എന്നതിൽ ഖാ, മീം എന്നിവ ഖമറിയായ ഹർഫുകളാണ്. 5. ബിഹി അഹദ എന്നതിലെ ഹായിനെ ഡാഷ് ഓതണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് കൂടുതൽ നീട്ടി. ബിഹി അഹദ എന്നതിലെ ഹായിനെ കൂടുതൽ നീട്ടി ഓതണം. 6. റായിന്റെ ഹർക്കത്ത് ഡാഷ് ആയാൽ റായിനെ തർക്കീക്ക് ചെയ്യണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് കസർ. റായിന്റെ ഹർക്കത്ത് കസർ ആയാൽ റായിനെ തർക്കീക്ക് ചെയ്യണം. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 1. ഇല്ലലംതും എന്നതിൽ ഏത് അക്ഷരത്തെ ഇദ്ഗാം ചെയ്യണം? ഉത്തരം സാലിനെ. 2. സക്കാത്തൻ എന്നതിലെ റസ്മുൽ ഉസ്മാനി നിയമമേത്? ഉത്തരം അൽ ബദൽ. 3. റായിനെ തഫ്ഖീം ചെയ്യേണ്ട സന്ദർഭങ്ങൾ എത്ര?
ഉത്തരം 5. 4. ഖസമുൻ എന്നതിൽ ഷംസിയായ അക്ഷരമേത്? ഉത്തരം സീൻ. 5. ഖമറിയായ 2 അക്ഷരങ്ങൾ എഴുതുക. ഉത്തരം അലിഫ് ജീം. 6. ഹാ ഉൽ അമീറിനെ നീട്ടാതെ ഓദ്യതിന് ഒരു ഉദാഹരണം. ഉത്തരം വ ഇലൈഹി തുർജഊൻ. അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 1. ഇദ്ഗാം എന്നാൽ എന്ത്? ഉത്തരം സാക്കിനായ ഒരു അക്ഷരത്തെ ശേഷം വന്ന ഹർക്കത്തുള്ള അക്ഷരത്തിൽ ചേർത്ത് ശബ്ദ ചെയ്ത് ഓതുന്നതിനെയാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഖുർആൻ ക്രോഡീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആരോട്? ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണിത്. 3. ഹംസയുടെ വ്യത്യസ്തമായ 4 എഴുത്ത് രീതികൾക്ക് ഓരോ ഉദാഹരണം എഴുതുക. ഉത്തരം ഇസ് അൻസറ, മുഅജ്ജല, ഫിയത്തുൻ, സമാ. 4. അൽ മസീർ എന്നതിലെ റായിനെ തർക്കീക് ചെയ്യണം. കാരണം എന്ത്? ഉത്തരം കാരണം സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ വന്നതായിരുന്നു. 5. വാവിനെ തഫ്ഖീം ചെയ്യണം. എപ്പോൾ? ഉത്തരം തഫ്ഖീമിന്റെ ഹർഫുകളെ നീട്ടാനായി വാവ് വരുമ്പോൾ ആ വാവിനെ തഫ്ഖീം ചെയ്ത് ഓതണം. 6. ഷംസിയായ ഹർഫുകളിൽ 4 എണ്ണം എഴുതുക. ഉത്തരം താ, സാ, ദാൽ, സാൽ. 7. ഹാ ഉൽ അമീറിനെ ഒരു അലിഫിന്റെ ഖദർ നീട്ടി ഓതണം. എപ്പോൾ? ഉത്തരം ഹാ ഉൽ അമീറിന് മുമ്പും ശേഷവും ഹർക്കത്തുണ്ടെങ്കിൽ ഹാ ഉൽ അമീറിനെ ഒരു അലിഫിന്റെ ഖദർ നീട്ടി ഓതണം. അടുത്ത പ്രവർത്തനം കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 1. ഹാ ഉൽ അമീർ. ഹാ ഉൽ അമീറിന് മുമ്പും ശേഷവും ഹർക്കത്തുണ്ടെങ്കിൽ ഹാ ഉൽ അമീറിനെ ഒരു അലിഫിന്റെ ഖദർ നീട്ടി ഓതണം. ഈ ഹാ ഉൽ അമീറുകൾക്ക് ശേഷം മുസ്ഹഫുകളിൽ യാ ഉ സഗീറ, വാവു സഗീറ എന്നീ ചിഹ്നങ്ങൾ കൊടുത്തതായി കാണാം. ഈ വിധത്തിൽ ഹാ ഉൽ അമീറിന് ശേഷമുള്ള അക്ഷരം ഹംസയാണെങ്കിൽ അവിടെ മദ്ദുൽ മുൻഫസിൽ വരുന്നതാണ്. അപ്പോൾ മദ്ദുൽ മുൻഫസിലിന്റെ വിധി ഇവിടെയും ബാധകമാണ്. ഹാ ഉൽ അമീറുകൾക്ക് തൊട്ട് മുമ്പോ ശേഷമോ സുക്കൂനുള്ള അക്ഷരമായാൽ അവയെ നീട്ടാതെ ഓതണം. രണ്ടാമത്തത് റസ്മുൽ ഉസ്മാനി. പരിശുദ്ധ ഖുർആനിന്റെ ഭാഷ അറബിയാണെങ്കിലും സാധാരണ അറബി എഴുത്തിന്റെ പൊതു നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായാണ് ഖുർആനിൽ പല പദങ്ങളുടെയും എഴുത്ത്. ഈ എഴുത്ത് രീതിയാണ് റസ്മുൽ ഉസ്മാനി. ഈ രീതിക്ക് വിരുദ്ധമായി ഖുർആൻ എഴുതാൻ പാടില്ല. റസ്മുൽ ഉസ്മാനിയിൽ പ്രധാനമായും 6 നിയമങ്ങളാണുള്ളത്. 1. അൽ ഹസ്ഫ്, അക്ഷരങ്ങൾ ഒഴിവാക്കൽ. 2. അസ്സിയാദ, അക്ഷരങ്ങളെ കൂടുതലാക്കൽ. 3. അൽ ബദൽ, ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവരൽ. 4. അൽ ഹംസ്, ഹംസിന്റെ വ്യത്യസ്തമായ എഴുത്ത് രീതി. 5. അൽ വസൽ വൽ ഫസൽ, അൽ വസൽ പിരിച്ചെഴുതേണ്ട കലിമത്തിനെ ചേർത്തെഴുതൽ. അൽ ഫസൽ, ചേർത്തെഴുതേണ്ടതിനെ 2ആയി പിരിച്ചെഴുതുക. 6. മാഫിഹി ഖിറാഅത്താനി ഫകുത്ബ ബി ഇഹ്ദാഹുമാ, 2 വിധം ഖിറാഅത്തുള്ള പദങ്ങളെ ഒരു ഖിറാഅത്ത് പ്രകാരം എഴുതുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.